നീറ്റ് പരീക്ഷ പോലും ശരിയായ രീതിയിൽ നടത്താൻ സാധിക്കാത്ത ഒരു സർക്കാരാണ് രാജ്യം ഭരിക്കുന്നത്. മോദി സർക്കാരിൻ്റെ കുത്തഴിഞ്ഞ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഇരകളാണ് നീറ്റ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ. ജവഹർലാൽ നെഹ്റു നമ്മുടെ ആദ്യ പ്രധാനമന്ത്രി. നെഹ്റു ശാസ്ത്രചിന്തയും പുരോഗമന ബോധവും മതേതരത്വവുമെല്ലാം ഉയർത്തിപ്പിടിച്ചു. അങ്ങനെ ശാസ്ത്രീയ അടിത്തറയുള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതിക്ക് തുടക്കമിട്ടു. ആ അടിത്തറയ്ക്ക് മുകളിലാണ് ഇന്ത്യ എന്ന രാജ്യം കെട്ടിപ്പടുത്തത്. നെഹ്റുവിൽ നിന്ന് രാജ്യം മോദിയിലെത്തി. മോദി തീത്തുപ്പുന്ന വർഗീയ പ്രാസംഗികൻ മാത്രമല്ല, അന്ധവിശ്വാസങ്ങളുടെയും അശാസ്ത്രീയതകളുടെയും താരപ്രചാരകൻ കൂടിയാണ്. मुझे लगता था कि शायद बायोलॉजिकली मुझे जन्म दिया गया है. माँ के जाने के बाद मैं कन्विंस हो चुका कि परमात्मा ने मुझे भेजा है. ये ऊर्जा बायोलॉजिकल शरीर से नहीं मिली. കൊച്ചുകുട്ടികളിൽ വർഗീയ വിഷം കുത്തിവെക്കുന്നതിന് മോദി കണ്ട എളുപ്പവഴി പാഠപുസ്തക പരിഷ്കരണമായിരുന്നു. ശാസ്ത്രത്തിന് പകരം കെട്ടുകഥകൾ പ്രചരിപ്പിച്ചു. ഗാന്ധിക്ക് പകരം ബ്രിട്ടീഷുകാരോട് മാപ്പിരന്ന സവർക്കറെ കുറിച്ച് പഠിപ്പിച്ചു. മുസ്ലിങ്ങളെ വെറുക്കപ്പെടേണ്ടവരാക്കി മാറ്റി. അധ്യാപിക വിദ്യാർത്ഥിയെ മതം നോക്കി ശിക്ഷിക്കുന്ന ദുരന്ത കാഴ്ചയും രാജ്യം കണ്ടു. വിദ്യാഭ്യാസ മേഖലയിൽ വർഗീയവൽക്കരണത്തോടൊപ്പം കോർപ്പറേറ്റ് വൽക്കരണവും മോദി നടത്തി. ഇതിനെതിരെ ഉയർന്ന പ്രതിഷേധങ്ങളെ സർക്കാരും സംഘപരിവാർ ഗുണ്ടാസംഘങ്ങളും ചേർന്ന് അടിച്ചമർത്താൻ ശ്രമിച്ചു. ഉന്നത വിദ്യാഭ്യാസ മേഖല എത്ര കുത്തഴിഞ്ഞതാണെന്ന് വിദ്യാർത്ഥി സമൂഹത്തിന് മനസ്സിലായിരിക്കുന്നു. രാജ്യത്താകെയുള്ളത് 1,80,940 MBBS സീറ്റുകൾ. ഇതിലേക്കായി നീറ്റ് പ്രവേശന പരീക്ഷ എഴുതിയത് 24 ലക്ഷം വിദ്യാർത്ഥികൾ. ധർമ്മേന്ദ്ര പ്രധാൻ എന്ന BJP നേതാവാണ് വിദ്യാഭ്യാസ മന്ത്രി. അദ്ദേഹത്തിന്റെ കീഴിലുള്ള നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഉദാസീനതയുടെയും അവർ നടത്തിയ ക്രമക്കേടിന്റെയും ഇരകളാണ് ഈ വിദ്യാർത്ഥികൾ. 6 സെന്ററുകളായി പരീക്ഷ എഴുതിയ 1500ഓളം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാൻ അനുവദനീയമായ സമയം ലഭിച്ചില്ലെന്ന് പരാതിപ്പെട്ടു. അവർക്ക് ഗ്രേസ് മാർക്ക് നൽകി. അതോടെ 720-ൽ 720 മാർക്ക് നേടി 67 പേർ ഒന്നാം റാങ്കുകാരായി. 2019 നീറ്റ് പരീക്ഷയിൽ ഒന്നാം റാങ്ക് ലഭിച്ചത് ഒരാൾക്ക്. 2021-ലും 22-ലും 23-ലും ഒന്നാം റാങ്ക് ഒരാൾക്ക് മാത്രം. 2024-ൽ ഒന്നാം റാങ്ക് ലഭിച്ചത് 67 പേർക്ക്. ഹരിയാനയിലെ ഒരു കോച്ചിംഗ് സെന്ററിൽ നിന്ന് പരിശീലനം പൂർത്തിയാക്കിയ 6 പേർക്ക് ഒന്നാം റാങ്ക് ലഭിച്ചു. തട്ടിപ്പും ക്രമക്കേടും വളരെ വ്യക്തം. ആത്മാഭിമാനമുണ്ടെങ്കിൽ മോദിയുടെ വിശ്വസൻ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച് പുറത്തു പോകണം. പരീക്ഷകൾ എങ്ങനെ സുതാര്യവും കാര്യക്ഷമവും സത്യസന്ധവുമായി നടത്തണം എന്ന് മനസ്സിലാക്കണമെങ്കിൽ മോദി ആദ്യം ഇത്തരം നാടകങ്ങൾ അവസാനിപ്പിക്കണം. സാമാന്യ ബുദ്ധിയുള്ള ഒരു സംഘത്തെ കേരളത്തിലേക്ക് അയക്കണം. പരീക്ഷകൾ എങ്ങനെ നടത്തണമെന്ന് കേരളം പഠിപ്പിച്ചു തരും.